നാളത്തെ കർക്കടക വാവു ബലിക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ പ്രമുഖ തീർത്ഥ സ്ഥലങ്ങളെല്ലാം. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ബലിതർപ്പണത്തിനായി എത്തുക. ഭക്തർക്ക് സുഗമമായി ബലിതർപ്പണം നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. തിരുവല്ലത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്തിന്റെ റിപ്പോർട്ട് കണ്ടുവരാം. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാണ്. ഇപ്പോഴും ബലിതർപ്പണം നടന്നു വരികയാണ്. നിത്യ ബലി തർപ്പണം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. പുറത്ത് ക്ഷേത്രത്തിന് ശ്രീകോവിലിന് പുറത്തായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച പന്തൽ, ആ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലാണ് ഇപ്പോൾ ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാന പൂജകൻ ബലിതർപ്പണത്തിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലുകയും അതോടൊപ്പം തന്നെ മറ്റ് ക്രിയകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർപ്പണവുമായി ബന്ധപ്പെട്ട ക്രിയകളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചടങ്ങ് ഇവിടെ പുരോഗമിക്കുകയാണ്. നാളെ മുതലായിരിക്കും കർക്കിടക വാവ് ആരംഭിക്കുകയും അതിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം, ജനങ്ങൾ അവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന നാളെയായിരിക്കും. എന്തായാലും ഈ പരശുരാമ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിത്യം ബലിതർപ്പണം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ തന്നെ പ്രശസ്തമായ ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ തിരുവല്ലം ക്ഷേത്രം. അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കർക്കിടക വാവിനോടനുബന്ധിച്ച് ബലിതർപ്പണം നടത്തുന്ന മറ്റ് ക്ഷേത്രങ്ങളുമുണ്ട്. അതോടെ തിരുമുല്ലവാരവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ശംഖുമുഖവും വർക്കലയും എല്ലാം ഇത്തരത്തിൽ ബലിതർപ്പണം നടക്കുന്ന പ്രധാന സ്ഥലങ്ങളാണ്. എന്തായാലും ഇവിടേക്ക് ഇപ്പോൾ ഈ തർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ, ധാരാളം പേർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നിത്യവും ബലിതർപ്പണം നടത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പവിത്രത ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. പരശുരാമനാൽ സ്ഥാപിതമായ ക്ഷേത്രം എന്നൊക്കെയുള്ള ഒരു പഴമയുമൊക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ നിത്യബലി നടക്കുന്നതും അതിൻ്റെ ഒരു നിത്യബലി തന്നെ ഒരു വൈശിഷ്ട്യമായി കരുതി പോവുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ്. എന്തായാലും നാളത്തെ കർക്കിടക വാവിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും, അതായത് ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് തർപ്പണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വ്യവസ്ഥകൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വ്യവസ്ഥകൾ, അതും അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം ഒരു ക്രമീകരണങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്നും ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് മെഡിക്കൽ സൗകര്യമായാലും ശരി, മറ്റ് വാഹന സൗകര്യമായാലും ശരി, വാഹനങ്ങൾ എത്തുമ്പോൾ തന്നെ അവിടേക്ക് തിരക്ക് ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിയന്ത്രിക്കാനുള്ള സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ എത്തുന്ന ഭക്തർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഈ ബലിതർപ്പണത്തിനായിട്ടുള്ള പന്തലുകൾ വിവിധ ഇടങ്ങളിലായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച പന്തലുകളുണ്ട്. ആ പ്രത്യേകം സജ്ജീകരിച്ച പന്തലുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക്, ഭക്തർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം അങ്ങനെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരികയാണ്. നാളെയോടുകൂടി തന്നെ ഇതേ സമയമാകുമ്പോൾ ഈ പരശുരാമ ക്ഷേത്ര സന്നിധിയിൽ ലക്ഷങ്ങൾ ഇത്തരത്തിൽ ബലിതർപ്പണത്തിലേക്ക് എത്തുന്ന ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യവും കാഴ്ചയും നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നതുമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ ഒരു ജനപ്രളയം എത്തുകയും ചെയ്യും. കർക്കിടക വാവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കർക്കിടക വാവ് ഒരു എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും തർപ്പണം നടത്തുമെങ്കിൽ പോലും ഈ വാവുബലി തർപ്പണം എന്ന് പറയുന്നത് അത് പിതൃക്കളുടെ ഒരു ദിവസം എന്ന രീതിയിലൊരു സങ്കല്പമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പിതൃവിൻ്റെ ഒരു ദിവസത്തിലേക്ക് എത്തുകയും അവിടെ ബലിതർപ്പണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിനായിട്ടാണ് ഒരു ഏറ്റവും കൂടുതൽ ഭക്തർ ഈ തർപ്പണം നടത്തുന്ന ക്ഷേത്രങ്ങളിലേക്കും പുണ്യസ്ഥാന ഘട്ടങ്ങളിലേക്കുമെല്ലാം എത്തിച്ചേരുന്നത്. അങ്ങനെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാമാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ മറ്റ് സൗകര്യങ്ങൾ കൂടി ക്രമീകരിക്കുന്നതോടുകൂടി തന്നെ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളടക്കം ക്രമീകരിക്കുന്നതോടുകൂടി തന്നെ കർക്കിടക വാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തും എന്നാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് ദേവസ്വം ബോർഡിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നത്.